ചോദിച്ച 1,00,000 കരൺ ജോഹർ തരാത്തതുകൊണ്ട് ഇടുന്ന റിവ്യൂ അല്ല ഇത്. ആർക്കെങ്കിലും ഈ ചാനലിലേക്ക് പണം തരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ജോയിൻ എന്ന ബട്ടൺ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. ഇനി റിവ്യൂയിലേക്ക് കിടക്കാം. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ബിക്കം ദ യൂണിവേഴ്സിറ്റി ടോപ്പർ ആരവ്. ഇതാണ് ലിറ്ററലി ഏറ്റവും പുതിയ ധർമ്മ പ്രൊഡക്ഷൻ സിനിമയായിട്ടുള്ള ചാന്ദ് മേരാ ദിൽ എന്ന പടത്തിൽ ആദ്യം നമ്മൾ കേൾക്കുന്ന ഡയലോഗ്. നിങ്ങളുടെ കോൺവൊക്കേഷൻ സെറമണി കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ വീഡിയോ കോൾ ചെയ്താൽ കൺഗ്രാറ്റുലേഷൻസ് പറയും. പക്ഷേ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പിന്നെയും പറയൂ. കൊറോണയ്ക്ക് ശേഷം 1-2 നെറ്റ്ഫ്ലിക്സ് സിനിമകളായിട്ടുള്ള മീനാക്ഷി സുന്ദരേശ്വറും ആപ് ജേസാ കോയിയും സംവിധാനം ചെയ്തിട്ടുള്ള വിവേക് സോണി തന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ചാന്ദ് മേരാ ദില്ലിലൂടെ നെറ്റ്ഫ്ലിക്സ് അനുഭവം വലിയ സ്ക്രീനിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗ് പോലെ തിയേറ്ററിനകത്തിരുന്ന് നിങ്ങൾ കണ്ണുകൂട്ടിയിരുന്നാലും കഥ മനസ്സിലാകുന്ന പോലെയുള്ള സെക്കൻഡ് സ്ക്രീൻ വ്യൂയിങ് ഫ്രണ്ട്ലി തിരക്കഥകൾ പുള്ളി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ്. ലൈഫില്ലാത്ത പരസ്യം പോലെയുള്ള ഫ്രെയിമുകളും ഇമോഷനുകളെ വളരെ സൂപ്പർഫിഷ്യലായിട്ട് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്ന എഴുത്തും അങ്ങേയറ്റം സേഫായിട്ട് പിടിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉള്ള ഈ പടം പക്വതയില്ലാത്ത ലൈഫ് ഡിസിഷനുകളെ പറ്റി സംസാരിക്കാൻ ഫിലിം മേക്കിങ്ങിലും പക്വത നല്ലപോലെ കുറച്ചിട്ടുണ്ട്. ആരവും ചാന്ദിനിയും ഹൈദരാബാദിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ബാച്ച്മേറ്റുകളായിരുന്നു. അവർ തമ്മിൽ പ്രണയം ഉണ്ടാവുകയും ആ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടുപേർക്കും പഠിക്കുന്ന സമയത്ത് തന്നെ വിവാഹിതരാകേണ്ടി വരുന്നു. ഈ തീരുമാനത്തിൽ രണ്ടുപേരുടെയും കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഒരു വിവാഹ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒരു കരിയർ ഉണ്ടാക്കാൻ നോക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ഭാവി ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുന്നു. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ, അത് അവർ ഏത് രീതിയിൽ തരണം ചെയ്യുന്നു എന്നതൊക്കെയാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. പ്രേമമൊക്കെ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നതിന് കാലാകാലങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കും. 90കളിലൊക്കെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയും കുച്ച് കുച്ച് ഹോത്താ ഹേയും മൊഹബ്ബത്തേനും ഒക്കെ കാണിച്ചിരുന്ന റൊമാൻസിനെ ആയിരുന്നു ആളുകൾ പുതുമയുള്ളതായിട്ട് കണ്ടിരുന്നത്. പിന്നീട് കുറെ കഴിഞ്ഞ് യേ ജവാനി ഹേ ദിവാനി ഒക്കെ വന്നപ്പോൾ അന്നത്തെ തലമുറയുടെ രീതിയിലേക്ക് സ്ക്രീനിലെ റൊമാൻസിന് ചില മാറ്റങ്ങൾ സംഭവിച്ചു. ആ പടം ഇറങ്ങിയിട്ട് ഏതാണ്ട് 13 വർഷമായി ഇപ്പോൾ. വിവേക് സോണി സംവിധാനം ചെയ്തിട്ടുള്ള ഈ പുതിയ സിനിമയുടെ ഡ്രാമ കുറച്ചൊക്കെ ജൻസി സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ കഥയും കാര്യങ്ങളും ഇപ്പോഴും 90കളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ സിനിമയുടെ അവസാന ഭാഗത്തൊരു ഘട്ടത്തിൽ ചാന്ദിനി ആരവിനോട് നമ്മുടെ ലവ് സ്റ്റോറി ഒരു ക്ലാസിക് ആയി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുടക്കത്തിൽ ചെറിയൊരു പ്രതീക്ഷ തന്നിട്ട് സ്ഥിരം പാറ്റേണിലേക്ക് പിന്നീട് പോയ ഒരു കഥയും വെച്ചിട്ട് ഇമാതിരി ഡയലോഗ് എല്ലാം സിനിമയിൽ പറയാൻ കുറച്ചധികം തൊലിക്കെട്ടി വേണം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു ഇവന്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സംഗതി പടത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെന്റിൽ സിനിമ സ്ഥിരം ധർമ്മ പ്രൊഡക്ഷൻ സിനിമകളുടെ ഫോർമാറ്റിൽ നിന്ന് മാറി സഞ്ചരിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ടാകും. പക്ഷെ നിർഭാഗ്യവശാൽ ഈ സിനിമ റിലേഷൻഷിപ്പുകളിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഉള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ പടമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സൗത്ത് ബോംബെയിലെ പൈസയുള്ള വീട്ടിലൊരു പെൺകുട്ടി പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്നതിനെ കഷ്ടപ്പാടായിട്ട് കാണുന്ന അതേ രീതിയിലാണ് ഈ സിനിമ ഇതിലെ നായികയുടെയും നായകന്റെയും സ്ട്രഗിളിനെ കാണിക്കുന്നത്. ആ ഒരു ഇമോഷണൽ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ സംവിധായകന് സാധിക്കുന്നുള്ളൂ. സെറ്റാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന അങ്ങേയറ്റം പോളിഷ്ഡ് ആയിട്ടുള്ള ഈ പടത്തിലെ ഫ്രെയിമുകൾ തിരക്കഥയിൽ ഒരല്പം ബാക്കിയുള്ള ജീവൻ കൂടി ഇല്ലാതാക്കുന്നുണ്ട്. ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ ആർക്കും മനസ്സിലാകും. ഇതിൽ ഒന്നാം പകുതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. യൂട്യൂബിൽ ഗ്രീൻ സ്ക്രീൻ വെച്ച് വീഡിയോ ഇടുന്നവർക്ക് പോലും ഇതിലും വൃത്തിയിൽ ലൈറ്റിംഗ് മാച്ച് ചെയ്യാൻ അറിയാം. ഈ പടത്തിന്റെ ഒരു റൊമാൻറ്റിക് ടോൺ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിലെ പാട്ടുകൾ സാമാന്യം തരക്കേടില്ലാത്തത് തന്നെയാണ്. അനന്യ പാണ്ഡെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചറപറയുന്ന ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ക്യാരക്ടറല്ല ഈ സിനിമയിലുള്ള ചാന്ദിനി. അതൊരു വ്യത്യസ്തതയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ പടത്തിന്റെ മെലോഡ്രാമയുടെ ഒരു പിച്ച് എന്ന് പറയുന്നത് നല്ല മുകളിലായതുകൊണ്ട് സൈലന്റ് ആയിട്ട് എക്സ്പ്രഷൻ കൊണ്ട് കാര്യങ്ങൾ കൺവേ ചെയ്യേണ്ട സ്ഥലത്തും അത് ലേശം ഓവർ ആക്കിയിട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് നടീനടന്മാർക്ക്. കാണാനും ശബ്ദവും ഏതാണ്ട് രൺബീർ കപൂറിനെ പോലെയുള്ള ലക്ഷ്യ ഈ സിനിമയിൽ ഒരർത്ഥത്തിൽ ചെയ്യുന്നത് രൺബീർ കരിയറിന്റെ തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ അവസാനിപ്പിച്ച ടൈപ്പ് ഒരു കഥാപാത്രമാണ്. രൺബീറിന്റെ സ്ഥിരം ഐറ്റമായിട്ടുള്ള കല്യാണ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പരിപാടിയും ലക്ഷ്യ ഇവിടെ ചെയ്യുന്നുണ്ട്. സട്ടിലായിട്ട് റൊമാൻസ് അവതരിപ്പിക്കുന്ന ഭാഗത്ത് പുള്ളിക്കാരനൊരു ഗ്രേസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇമോഷണൽ ആകുന്ന സീനുകളിലേക്കുള്ള ആ ക്യാരക്ടറിന്റെ ട്രാൻസിഷൻ വളരെ പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ സ്ട്രഗിൾ കണ്ടിട്ട് അയാളോട് ഒരു എമ്പതി ഒന്നും അങ്ങനെ തോന്നില്ല. ഈ സംവിധായകന്റെ മുന്നേയുള്ള സിനിമകളായിട്ടുള്ള മീനാക്ഷി സുന്ദരേശ്വർ, ആപ് ജേസാ കോയി മുതലായ സിനിമകളും പിന്നെ ഈ അടുത്ത് വന്ന മൃണാൾ ഠാക്കൂർ ഒക്കെ അഭിനയിച്ച ദോ ദിവാനെ ഷെഹർമയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡൂം സ്ക്രോൾ ചെയ്തുകൊണ്ട് കേൾക്കാവുന്ന സിനിമയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ചാന്ദ് മേരാ ദിൽ. അടുത്ത തവണ കരൺ ജോഹറിന്റെ ഇന്റർവ്യൂ ആരെങ്കിലും ചെയ്യുമ്പോൾ പുള്ളി അവിടെ ഇരുന്ന് ഹിന്ദിയിലെ നടന്മാരുടെ കുറ്റം പറയുകയും മലയാള സിനിമയൊക്കെ മാത്രമാണ് എന്ന് തള്ളുകയും ചെയ്യുമ്പോൾ ആരെങ്കിലും പുള്ളിയോട് ചാന്ദ് മേരാ ദിലൊക്കെ സ്ക്രിപ്റ്റ് അപ്രൂവ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ വലിയ ബന്ധമൊന്നും കാണുന്നില്ല. ഈ പടത്തിലെ ഡ്രാമയുടെ ഒരു ലെവലും കഥയുടെ ഒരു ട്രാജക്ടറിയും ഒക്കെ കാണുമ്പോൾ തന്നെ വ്യത്യസ്തമായത് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് ഇവർക്ക് പേടിയാണ് എന്നത് നമുക്ക് എളുപ്പം മനസ്സിലാകും. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്